ഹായ് ഹലോ വെൽക്കം ബാക്ക്. കരുനാഗപ്പള്ളിലോട്ട് കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് വിത്ത് രാജുബായി ആൻഡ് മായ. നമുക്ക് കരുനാഗപ്പള്ളി എത്രയും വേഗം എത്തണം നമ്മൾ വിചാരിച്ചതുകൊണ്ട് തന്നെ നമ്മൾ റെയിൽവേ ക്രോസിൽ കുറേ നേരം കിടന്നു. അതിനുശേഷം പാർക്കിങ്ങിൽ കാറിട്ടിട്ട് നമ്മൾ എസ് ഭാരതിലോട്ടാണ് പോകുന്നത്. നേരെ അങ്ങോട്ട് പോകാതെ ഒന്ന് ഡീവിയേഷൻ എടുത്ത് ജ്യൂസ് കടയിൽ പോയി ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഷോപ്പിങ്ങൊക്കെ എപ്പോഴും ഒരുപാട് സമയം എടുക്കുന്ന പരിപാടിയാണല്ലോ. എന്തിനാണ് നമ്മളിങ്ങനെ വിശന്ന് തളരുന്നേ. ഒരു ചിക്കൻ കട്ട്ലറ്റും നല്ല പൈനാപ്പിൾ ജ്യൂസും കുടിച്ച് വയറൊക്കെ നിറച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഫുൾ എനർജിയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ നോക്കാം. രാജേഷിന് കുറേ ഫോർമൽസ് നോക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞാനും മയും അതിന് കളക്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്ന സ്റ്റൈലിസ്റ്റാണ് ഇന്ന്. സോ ഓക്കെ, നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് ട്രയൽ റൂമിൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന് ഇനി ഇതെല്ലാം രാജേഷും മാറി മാറിയിട്ട് നോക്കണം. അതാണ് ഒരു മെയിൻ പരിപാടി. ഇട്ട് ഫിറ്റിങ് സെറ്റായി കളർ ഇഷ്ടമായി എടുക്കുക എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അതൊക്കെ ഇട്ട് അവനിങ്ങനെ ഇറങ്ങി വരുന്നു, നമ്മൾ ഇവിടുന്ന് അപ്രൂവൽ അടിക്കുന്നു, ഡിസപ്രൂവൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോസസ്സായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സിങ് റൂമിൽ തന്നെ കിടന്നൊരു ഡ്രസ്സ് എടുത്തിട്ട് അവനിട്ട് കൊള്ളാലും എനിക്ക് രസമുണ്ട്, ഇത് നീ എനിക്ക് വാങ്ങിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ റേറ്റൊക്കെ എന്നോട് പറഞ്ഞ് ഡണ്ണൊക്കെ അടിച്ചിട്ട് പോകും. ഞങ്ങൾക്ക് രണ്ടര പക്ഷേ ഇഷ്ടപ്പെട്ട് കൊള്ളാം. അപ്പോൾ ഞങ്ങൾ പറയാണ് സ്റ്റൈൽ രാജ് തന്നെ. എനിവേയ്സ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് പോകണം. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും എടുത്ത് അവിടെ ഔട്ട് സൈഡ് കേൾക്കുന്ന പാട്ടിന് നമ്മൾ ചുവട് വെച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ബില്ലിങ്ങിനടുത്ത് പോയി നമ്മൾ കുറച്ച് പോസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഇനിയിപ്പം ബില്ല് ചെയ്യുക, കവറായിട്ട് പാർക്കിങ്ങിൽ പോവുക, കാർ എടുക്കുക, വല്ലതും കഴിക്കാൻ പോവുക. കാരണം ഒരു 5-5:30 ആയിട്ടുണ്ട്, നല്ല വിശപ്പായിട്ടുണ്ട് എല്ലാവർക്കും. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തു KFC പോകാമെന്ന്. കാരണം ആ ഒരു ടൈമിങ്ങിൽ വേറെ മീൽസൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അതുമല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അവിടുത്തെ ബക്കറ്റ് മീൽ. അതെല്ലാം ഓർഡർ ചെയ്ത് നമ്മുടെ ടൈം ആയപ്പോൾ കൗണ്ടറിൽ പോയിട്ട് മായ കളക്ട് ചെയ്യാൻ പോയേക്കാണ്. എക്സൈറ്റഡ്. വിശന്നിട്ട് ഈ ഫുഡ് കിട്ടുമ്പോഴൊരു ഫീലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം എല്ലാവർക്കും വേണ്ട പോർഷൻ ഓഫ് ഫുഡും ഫ്രൈസും ഡ്രിങ്കും എല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പെരി മസാലയുള്ള ചിക്കൻ പീസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും വിങ്സാണ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടം. ആരും ചോദിച്ചില്ല, എന്നാലും ഞാൻ പറയുക. ഇനി വർത്താനം പറച്ചിലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഫുഡ് കഴിക്കുന്നതിൽ ഫോക്കസ് ചെയ്യാം. ആസ്വദിച്ച് നമുക്ക് കഴിക്കാം മെല്ലെ. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ച് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിൽ പോവുക. നമുക്ക് റെസ്റ്റ് വേണ്ടേ. അപ്പോൾ പിന്നെ കാണാം.